ഓം ഗം ഗണപതേ നമ. ഭക്താർത്തിനാശനപരായ ഗണേശ്വരായ സർവേശ്വരായ സുഭദായ സുരേശ്വരായ വിദ്യാധരായ വികടായ ജനാർദ്ദനായ ഭക്തപ്രസന്നവരദായ നമോ നമസ്തേ. ഓം സംസരസ്വത്യൈ നമ. ഓം ഗും ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ധ്യാനിക്കുന്നു ഞാനമ്മേ ഭഗവദ്ഗീതേ 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാം അക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ, പരമാനന്ദത്തിൻ ഉറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ, വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്ത് വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ, യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ, ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ. ആ ദേവദേവനായിതാ നമസ്കാരം, എൻ വന്ദനം. ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 24-ാം ശ്ലോകം തുടങ്ങുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. യാഗാഗ്നിയിൽ ഞാൻ ചെയ്യും ആഹുതി കർമ്മങ്ങളും ഞാൻ അർപ്പിക്കും ഹവിസ്സും യാഗാഗ്നിയും ബ്രഹ്മം. ഹവിസ്സർപ്പിക്കും ഞാനും ബ്രഹ്മം, കർമ്മത്തെ ബ്രഹ്മമായി കാണും ബ്രഹ്മസ്വരൂപി ഞാൻ അണയും സവിധവും ബ്രഹ്മം. യജ്ഞദേവത യാഗാഗ്നി ഹോമദ്രവ്യം ഹോതാവ് എല്ലാമേ ബ്രഹ്മം തന്നെ. അതുപോലെ യജ്ഞകർമ്മവും ലക്ഷ്യവും. യാഗാഗ്നിയിൽ ഞാൻ ചെയ്യും ആഹുതി കർമ്മങ്ങളും ഞാൻ അർപ്പിക്കും ഹവിസ്സും യാഗാഗ്നിയും ബ്രഹ്മം.
ഹവിസർപ്പിക്കും ഞാനും ബ്രഹ്മം. കർമ്മത്തെ ബ്രഹ്മമായി കാണും ബ്രഹ്മസ്വരൂപി ഞാനണയും സവിധവും ബ്രഹ്മം. യജ്ഞദേവത യാഗാഗ്നി ഹോമദ്രവ്യം ഹോതാവ് എല്ലാമേ ബ്രഹ്മം തന്നെ. അതുപോലെ യജ്ഞകർമ്മവും ലക്ഷ്യവും. കർമ്മങ്ങളെല്ലാം ബ്രഹ്മോപാസന, അതിനാൽ അവയും ബ്രഹ്മത്തിൽ തന്നെ സഹജമായി വിലയിക്കുന്നു. നാം ആഹരിക്കും അന്നം ബ്രഹ്മം, കഴിക്കുന്ന കർമ്മം ബ്രഹ്മം. ബ്രഹ്മപ്രീതിക്കായി അന്നമർപ്പിക്കുന്ന ജഠരാഗ്നിയും ബ്രഹ്മം. നാം ആഹരിക്കും അന്നം ബ്രഹ്മം, കഴിക്കുന്ന കർമ്മം ബ്രഹ്മം. ബ്രഹ്മപ്രീതിക്കായി അന്നമർപ്പിക്കുന്ന ജഠരാഗ്നിയും ബ്രഹ്മം. ദൈവാമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ. ബ്രഹ്മാത്മാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. യോഗികളിൽ ചിലരുണ്ട് സദാ ദൈവയജ്ഞം നടത്തുവോർ. ലോകത്തിൽ അവർ വർത്തിക്കുമ്പോൾ വിഷയങ്ങളെ കാണുന്നു. ഇന്ദ്രിയ ദേവതകളെ പ്രീതരാക്കും ഹോമവസ്തുക്കളായി മാത്രം. സ്വജീവിതമൊരു യജ്ഞമെന്ന പോലവർ നയിക്കുന്നു. ഇനിയും യോഗികളിൽ ചിലരുണ്ട് ബ്രഹ്മയജ്ഞം ചെയ്യുവോർ. ബ്രഹ്മത്തെ ബ്രഹ്മത്താൽ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കുന്നവർ. ആത്മചൈതന്യത്തെ ഞാനെന്നു പ്രോജ്വലിച്ചറിയുന്നവർ. ശുദ്ധബോധത്തിനഗ്നിയിൽ സ്വയമാഹുതി ചെയ്യുന്നവർ. യോഗികളിൽ ചിലരുണ്ട് സദാ ദൈവയജ്ഞം നടത്തുവോർ. ലോകത്തിൽ അവർ വർത്തിക്കുമ്പോൾ വിഷയങ്ങളെ കാണുന്നു. ഇന്ദ്രിയ ദേവതകളെ പ്രീതരാക്കും ഹോമവസ്തുക്കളായി മാത്രം. സ്വജീവിതമൊരു യജ്ഞമെന്ന പോലവർ നയിക്കുന്നു. ഇനിയും യോഗികളിൽ ചിലരുണ്ട് ബ്രഹ്മയജ്ഞം ചെയ്യുവോർ. ബ്രഹ്മത്തെ ബ്രഹ്മത്താൽ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കുന്നവർ. ആത്മചൈതന്യത്തെ ഞാനെന്നു പ്രോജ്വലിച്ചറിയുന്നവർ. ശുദ്ധബോധത്തിനഗ്നിയിൽ സ്വയം ആഹുതി ചെയ്യുന്നവർ. ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി. ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ശ്രോത്രാദികളാകും ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ അസാധ്യമതിനാൽ ചില യോഗികൾ അവയഞ്ചിനെയും സംയമാഗ്നിയിൽ ഹോമിച്ചു ശാന്തസ്വതന്ത്രരാകുന്നു. യോഗനിഷ്ഠരോ ശബ്ദാദി വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാം അഗ്നിയിൽ ഹോമിച്ചു സംയമനത്താൽ സമചിത്തരാവുന്നു. ഇന്ദ്രിയങ്ങളിൽ നിന്നവർ മനസ്സിനെ പിൻവലിക്കുന്നു. സഹജമായി സമുദ്രത്തിലെത്തും നദികളെന്ന പോലെ എല്ലാം ഒരദ്വൈതമാം പരമ്പൊരുളിൽ വിലയിക്കുന്നു. ശ്രോത്രാദികളായും ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ അസാധ്യമതിനാൽ ചില യോഗികൾ അവയഞ്ചിനെയും സംയമാഗ്നിയിൽ ഹോമിച്ചു ശാന്തസ്വതന്ത്രരാകുന്നു. യോഗനിഷ്ഠരോ ശബ്ദാദി വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാം അഗ്നിയിൽ ഹോമിച്ചു സംയമനത്താൽ സമചിത്തരാകുന്നു. ഇന്ദ്രിയങ്ങളിൽ നിന്നവർ മനസ്സിനെ പിൻവലിക്കുന്നു. സഹജമായി സമുദ്രത്തിലെത്തും നദികളെന്ന പോലെ എല്ലാം ഒരദ്വൈതമാം പരമ്പൊരുളിൽ വിലയിക്കുന്നു. സർവാണി ഇന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ. ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ചിലർ ഇന്ദ്രിയ വ്യാപാരങ്ങളെ പ്രാണചലനങ്ങളെ ആത്മാനാത്മവിചാരത്താൽ ധ്യാനിച്ചുണർത്തി വിവേക വിചാരജ്ഞാനത്താൽ പ്രജ്വലിക്കും ആത്മസംയമയോഗാഗ്നിയിൽ ഹോമിക്കുന്നു. പരമാത്മബോധത്തിൽ തന്നഹങ്കാരമടക്കുന്നു.
ആത്മപ്രകാശമാർന്നു സമാധിസ്ഥനാവുന്നു. ചിലർ ഇന്ദ്രിയ വ്യാപാരങ്ങളെ, പ്രാണചലനങ്ങളെ ആത്മാനാത്മവിചാരത്താൽ ധ്യാനിച്ചുണർത്തി വിവേക വിചാരജ്ഞാനത്താൽ പ്രജ്വലിക്കും ആത്മസംയമയോഗാഗ്നിയിൽ ഹോമിക്കുന്നു. പരമാത്മബോധത്തിൽ തന്നഹങ്കാരമടക്കുന്നു. ആത്മപ്രകാശമാർന്നു സമാധിസ്ഥനാവുന്നു. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞാ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംസിതവ്രതാഃ. ദൃഢവ്രതരായിനിയുമുണ്ടു സാധകർ, ദ്രവ്യയജ്ഞം നടത്തുവോർ, തപോയോഗ സ്വാധ്യായ ജ്ഞാനയജ്ഞങ്ങൾ ചെയ്യുന്നവർ. ധാർമ്മികമായി ലോകസേവാർത്ഥം ജീവിക്കുന്നത് ദ്രവ്യയജ്ഞം, ഉപവാസാദിവ്രതങ്ങളോടെ തപസ്സനുഷ്ഠിക്കുന്നത് തപോയജ്ഞം. സ്വയം ഉത്കൃഷ്ടതയിലേക്കുയർത്തുമേതു കർമ്മവും യോഗയജ്ഞം. ശാസ്ത്രപഠനം, ആധ്യാത്മികത എന്നിവ സ്വാധ്യായ യജ്ഞം. ആത്മജ്ഞാനാഗ്നിയിൽ ചെയ്യും അജ്ഞാനഹോമം തന്നെ ജ്ഞാനയജ്ഞം. ദൃഢവ്രതരായി ഇനിയുമുണ്ടു സാധകർ, ദ്രവ്യയജ്ഞം നടത്തുവോർ, തപോയോഗ സ്വാധ്യായ ജ്ഞാന യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്നവർ. ധാർമ്മികമായി ലോകസേവാർത്ഥം ജീവിക്കുന്നത് ദ്രവ്യയജ്ഞം, ഉപവാസാദിവ്രതങ്ങളോടെ തപസ്സനുഷ്ഠിക്കുന്നത് തപോയജ്ഞം. സ്വയം ഉത്കൃഷ്ടതയിലേക്കുയർത്തുമേതു കർമ്മവും യോഗയജ്ഞം. ശാസ്ത്രപഠനം, ആധ്യാത്മികത എന്നിവ സ്വാധ്യായ യജ്ഞം. ആത്മജ്ഞാനാഗ്നിയിൽ ചെയ്യും അജ്ഞാനഹോമം തന്നെ ജ്ഞാനയജ്ഞം. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ. അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ. പ്രാണായാമത്തിലൂടെ ഇനിയും ചിലർ വായുക്കളെ നിയന്ത്രിച്ച് പ്രാണനെ അപാനനിൽ ഹോമിക്കുന്നു. അപാനവായുവിനെ പ്രാണനിലും ആഹുതി ചെയ്യുന്നു. ധ്യാനസപര്യയിലേറെ സഹായകം പ്രാണായാമം. ആത്മനിയന്ത്രണാർത്ഥം പ്രാണവിദ്യ അഭ്യസിക്കുമ്പോൾ സഹജമായി നാം അറിയാതെയുള്ളതാം പ്രാണസഞ്ചാരം നിയന്ത്രിക്കുവാനാകുന്നു. പിന്നെ മനസ്സിനെ അടക്കുവാനും. പ്രാണായാമത്തിലൂടെ ഇനിയും ചിലർ വായുക്കളെ നിയന്ത്രിച്ച് പ്രാണനെ അപാനനിൽ ഹോമിക്കുന്നു. അപാനവായുവിനെ പ്രാണനിലും ആഹുതി ചെയ്യുന്നു. ധ്യാനസപര്യയിലേറെ സഹായകം പ്രാണായാമം. ആത്മനിയന്ത്രണാർത്ഥം പ്രാണവിദ്യ അഭ്യസിക്കുമ്പോൾ സഹജമായി നാം അറിയാതെയുള്ളതാം പ്രാണസഞ്ചാരം നിയന്ത്രിക്കുവാനാകുന്നു. പിന്നെ മനസ്സിനെ അടക്കുവാനും. ആഹാരത്തെ നിയന്ത്രിച്ചു മനസ്സടക്കുന്നു ചിലർ. പ്രാണങ്ങളെ അവർ പ്രാണങ്ങളിൽ ഹോമിക്കുന്നു. ഉണ്ണാവൃതമെടുക്കുന്ന സമയം ആഹാരം കിട്ടാതെ പ്രാണവായു ജഠരാഗ്നിയാം പ്രാണനിൽ ഹോമിക്കുന്നു. അതുപോൽ നിയതാഹാരശീലം തപസ്സു തന്നെ. 12 യജ്ഞങ്ങളിലും അനിവാര്യം സ്വപ്രയത്നം. യജ്ഞത്തിൽ തത്വമറിയുന്നു സാധകരിവരെല്ലാം. യജ്ഞത്താൽ തന്നെ പാപവിമുക്തരുമാണവർ. ആഹാരത്തെ നിയന്ത്രിച്ചു മനസ്സടക്കുന്നു ചിലർ. പ്രാണങ്ങളെ അവർ പ്രാണങ്ങളിൽ ഹോമിക്കുന്നു. ഉണ്ണാവൃതമെടുക്കുന്ന നേരം ആഹാരം കിട്ടാതെ പ്രാണവായു ജഠരാഗ്നിയാം പ്രാണനിൽ ഹോമിക്കുന്നു. അതുപോൽ നിയതാഹാരശീലം തപസ്സു തന്നെയാം. 12 യജ്ഞങ്ങളിലും അനിവാര്യം സ്വപ്രയത്നം. യജ്ഞത്തിൻ തത്വമറിയുന്നു സാധകർ ഇവരെല്ലാം. യജ്ഞത്താൽ തന്നെ പാപവിമുക്തരുമാണവർ. ദൈവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം, ആത്മസംയമയോഗം, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗം, സ്വാധ്യായം,
ജ്ഞാനം, പ്രാണായാമം, ആഹാര നിയന്ത്രണം, ഇങ്ങനെ 12 യജ്ഞങ്ങൾ. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്യ യജ്ഞസ്യ കുതോന്യഃ കുരു സത്തമ. കൗരവശ്രേഷ്ഠനാം അർജുന, യജ്ഞശിഷ്ടമാമൃതം നുകരുന്നവൻ ധ്യാനത്തിനധികാരിയാകുന്നു. പിന്നീടവൻ യഥാകാലം സനാതനമാം പരബ്രഹ്മപദം പ്രാപിച്ചിടാം. മുൻപേ ചൊന്ന യജ്ഞങ്ങളാൽ ധ്യാനാധികാരിയാകാം, ആത്മനിയന്ത്രണത്താൽ ആന്തരസമന്വയത്തിനാൽ. എങ്കിലും എല്ലാറ്റിലും വേണം ആത്മാർത്ഥമാം സ്വപ്രയത്നം. യജ്ഞാചാരമില്ലാത്തവന് ഇഹലോകമേയില്ലയപ്പോൾ മറ്റു ലോകങ്ങൾ നേടുന്നതിനെ പറ്റി എന്തു പറയാൻ? കൗരവശ്രേഷ്ഠനാമർജുന, യജ്ഞശിഷ്ടമാം അമൃതം നുകരുന്നവൻ ധ്യാനത്തിനധികാരിയാകുന്നു. പിന്നീടവന് യഥാകാലം സനാതനമാം പരബ്രഹ്മപദം പ്രാപിച്ചിടാം. മുൻപേ ചൊന്ന യജ്ഞങ്ങളാൽ ധ്യാനാധികാരിയാകാം, ആത്മനിയന്ത്രണത്താൽ ആന്തരസമന്വയത്തിനാൽ. എങ്കിലും എല്ലാറ്റിലും വേണം ആത്മാർത്ഥമാം സ്വപ്രയത്നം. യജ്ഞാചാരമില്ലാത്തവന് ഇഹലോകമേയില്ലയപ്പോൾ മറ്റു ലോകങ്ങൾ നേടുന്നതിനെ പറ്റി എന്തു പറയാൻ? ഏവം ബഹുവിധാ യജ്ഞ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധ യജ്ഞങ്ങളെല്ലാം നൽകുന്നു ബ്രഹ്മപദപ്രാപ്തി എന്നത്രേ വിവരിക്കുന്നു വേദങ്ങളിൽ. എന്നാൽ അറിഞ്ഞാലും യജ്ഞങ്ങളെല്ലാം കർമ്മങ്ങളിൽ നിന്നു തന്നെയാണുരുവായത്. സ്വപ്രയത്നം തന്നെ കർമ്മങ്ങൾ, ഇതറിഞ്ഞു ചെയ്യും യജ്ഞങ്ങൾ. കർമ്മയോഗമാകുമ്പോൾ കർമ്മബന്ധ വിമുക്തനാകുന്നു നീയും. ഏവം ബഹുവിധ യജ്ഞങ്ങളെല്ലാം നൽകുന്നു ബ്രഹ്മപദപ്രാപ്തി എന്നത്രേ വിവരിക്കുന്നു വേദങ്ങളിൽ. എന്നാൽ അറിഞ്ഞാലും യജ്ഞങ്ങളെല്ലാം കർമ്മങ്ങളിൽ നിന്നു തന്നെയാണുരുവായത്. സ്വപ്രയത്നം തന്നെ കർമ്മങ്ങൾ, ഇതറിഞ്ഞു ചെയ്യും യജ്ഞങ്ങൾ. കർമ്മയോഗമാകുമ്പോൾ കർമ്മബന്ധ വിമുക്തനാകുന്നു നീയും. ശ്രേയാൻ ദ്രവ്യമയാപ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശത്രുതാപജനാമർജുന, ദ്രവ്യയജ്ഞത്തെക്കാൾ ഉത്തമം ജ്ഞാനയജ്ഞം. കർമ്മങ്ങൾ ജ്ഞാനത്തിൽ പൂർണ്ണമാവുന്നു. ദ്രവ്യയജ്ഞങ്ങളെല്ലാം കാമ്യകർമ്മങ്ങൾ, അവ ഫലങ്ങളേകുന്നു. കർമ്മങ്ങളൊന്നുകൊണ്ടുമാവില്ല കർമ്മങ്ങളെ ഒടുക്കുവാൻ. ആത്മപ്രകാശപ്രഭയിൽ അവിദ്യാന്ധകാരം നീങ്ങിടുമ്പോൾ ആത്മജ്ഞാനം കർമ്മങ്ങളെയെല്ലാം അവസാനിപ്പിക്കുന്നു. കർമ്മങ്ങൾക്കു ഹേതുവാം അവിദ്യയടങ്ങുന്നു കർമ്മങ്ങളും. ശത്രുതാപകനാമർജുന, ദ്രവ്യയജ്ഞത്തെക്കാൾ ഉത്തമം ജ്ഞാനയജ്ഞം. കർമ്മങ്ങൾ ജ്ഞാനത്തിൽ പൂർണ്ണമാവുന്നു. ദ്രവ്യയജ്ഞങ്ങളെല്ലാം കാമ്യകർമ്മങ്ങൾ, അവ ഫലങ്ങളേകുന്നു. കർമ്മങ്ങളൊന്നുകൊണ്ടുമാവില്ല കർമ്മങ്ങളെ ഒടുക്കുവാൻ. ആത്മപ്രകാശപ്രഭയിൽ അവിദ്യാന്ധകാരം നീങ്ങിടുമ്പോൾ ആത്മജ്ഞാനം കർമ്മങ്ങളെയെല്ലാം അവസാനിപ്പിക്കുന്നു. കർമ്മങ്ങൾക്കു ഹേതുവാം അവിദ്യയടങ്ങുന്നു കർമ്മങ്ങളും. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. നമസ്കാരം ചെയ്തും ഗുരു ശുശ്രൂഷയാലും ചോദ്യങ്ങൾ ഉന്നയിച്ചും തത്വദർശികളാം ജ്ഞാനികളിൽ നിന്നും നീ അത് നേടിയാലും. ഗുരുവിന് ദണ്ഡ നമസ്കാരം ചെയ്തു സമർപ്പണഭാവത്തിൽ ഉചിതങ്ങളാം ചോദ്യങ്ങൾ ചോദിച്ചു സംശയ നിവാരണം ചെയ്ത് ഗുരുവിനെ ശുശ്രൂഷിച്ചു തുഷ്ടനാക്കി ആ ദിവ്യജ്ഞാനത്തെ നേടുക. നന്നായി പഠിച്ചവൻ ആത്മാനുഭൂതിയിൽ
ആമഗ്നനായവൻ ഗുരു. നമസ്കാരം ചെയ്തും ഗുരു ശുശ്രൂഷയാലും ചോദ്യങ്ങൾ ഉന്നയിച്ചും തത്വദർശികളാം ജ്ഞാനികളിൽ നിന്നും നീ അത് നേടിയാലും ഗുരുവിന് ദണ്ഡ നമസ്കാരം ചെയ്ത് സമർപ്പണഭാവത്തിൽ ഉചിതങ്ങളാം ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിവാരണം ചെയ്തു ഗുരുവിനെ ശുശ്രൂഷിച്ചു തുഷ്ടനാക്കി ആ ദിവ്യജ്ഞാനത്തെ നേടുക. നന്നായി പഠിച്ചവൻ ആത്മാനുഭൂതിയിൽ ആമഗ്നനായവൻ ഗുരു. യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി. ഞാനിപ്പോൾ പറഞ്ഞു തന്നതാം ജ്ഞാനം സിദ്ധിച്ചാൽ പിന്നെ നിനക്കുണ്ടാവില്ല അർജുന ഇவ்விധം മോഹങ്ങളൊന്നുമേ. ദിവ്യമാജ്ഞാനോദയമുണ്ടായാൽ സ്വാത്മാവിൽ നിനക്ക് കാണുവാനാകും സകല ചരാചരങ്ങളെയും. പിന്നീടവയെല്ലാം എന്നിൽ ഞാനാം പരമാത്മാവിൽ നിനക്ക് ദൃശ്യമായിടും. വിഷയവികാര വിചാരഭാവാത്മകമാം വിശ്വപ്രപഞ്ചമെല്ലാം സ്വസ്വരൂപമാം ആത്മാവാണതു തന്നെ പരമാത്മാവും അറിയുക. സമുദ്രത്തെ അറിഞ്ഞാൽ അറിയുന്നു തിരകളെയും ജലത്തെയും. ഞാനിപ്പോൾ പറഞ്ഞു തന്നതാം ജ്ഞാനം സിദ്ധിച്ചാൽ പിന്നെ നിനക്കുണ്ടാവില്ല അർജുന ഇவ்விധം മോഹങ്ങളൊന്നുമേ. ദിവ്യമാജ്ഞാനോദയമുണ്ടായാൽ സ്വാത്മാവിൽ നിനക്ക് കാണുവാനാകും സകല ചരാചരങ്ങളെയും. പിന്നീട് അവയെല്ലാം എന്നിൽ ഞാനാം പരമാത്മാവിൽ നിനക്ക് ദൃശ്യമായിടും. വിഷയവികാര വിചാരഭാവാത്മകമാം വിശ്വപ്രപഞ്ചമെല്ലാം സ്വസ്വരൂപമാം ആത്മാവാണ് അതുതന്നെ പരമാത്മാവറിയുക. സമുദ്രത്തെ അറിഞ്ഞാൽ അറിയുന്നു തിരകളെയും ജലത്തെയും. ഹരി ഓം ശ്രീ ഗുരുഭ്യോ. ഇത് ഈ ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്നത് പോലെ ഒന്നിനെ അറിഞ്ഞാൽ സർവം വിജ്ഞാനം. ഏത് ഏകം ജ്ഞാതം സത് സർവം ജ്ഞാതം ഭവതി. ഒന്നിനെ അറിഞ്ഞാൽ പിന്നെ എന്താണ്? എല്ലാം തന്നെ അറിവാകും. അതാണ് ജ്ഞാനം. അതിൻ്റെ വിരാട്ടമമായ രൂപം എന്നാണ് പറയാം. വിരാട്ടമമായ രൂപം. അതിലെന്താണ്? ജ്ഞാനം ഒന്നാണെന്നാണ്. പിന്നെ അതിൻ്റെ വിഭാഗശഃ നമ്മൾ അറിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഈ ഒരു ജ്ഞാനം കിട്ടിയാൽ എല്ലാം തന്നെ അറിയും. അത് തന്നെയാണ് സമുദ്രത്തെ അറിയാൻ. സമുദ്രത്തെ അറിഞ്ഞാൽ പിന്നെ എന്താണ്? ആവർത്തം, ബുദ്ബുദം, തരംഗം ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ പരമമായ രഹസ്യത്തെ അറിയുമ്പോൾ എല്ലാം തന്നെ വിദിതമായി തീരുന്നു. തദപരം എന്ന സംശയ. അതിലപ്പുറം പിന്നെ എന്തില്ല? സംശയങ്ങളൊന്നുമില്ല. അർജുനുണ്ടായത് അതാണല്ലോ. ദ്വാപരമാണ് അർജുനുണ്ടായത്. ദ്വാപര യുഗം എന്നാണ് പറയുന്നത്. ദ്വാപരം എന്ന് പറഞ്ഞാൽ സംശയമാണ്. രണ്ടു പക്ഷം ഒരേപോലെ പരമായിട്ട് തോന്നുക, അതാണ് ദ്വാപരം അല്ലേ. ഒരാൾക്ക് ഇടത്തോട്ട് പോകേണ്ട ആൾക്ക് ഇടത്തോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുക, അതേ പ്രാബല്യത്തിന് അല്ലല്ലോ വലത്തോട്ടാണല്ലോ പോകേണ്ടത് എന്ന് തോന്നി എന്തായി തീർന്നു? രണ്ടും പരമായി രണ്ട് പക്ഷം. അതാണ് എന്തായി തീരുന്നത്? സംശയം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതിനെ ഒരു മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് ഉള്ള ഒരാൾക്ക് എന്തില്ല? അതിന് പിന്നെ സംശയമില്ല. കാരണം അയാൾക്ക് എല്ലാ ലക്ഷ്യവും കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. അപ്പൊ അതൊരു ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരി, നന്നായിരിക്കുന്നു. അതിൻ്റെ ഭാഷാന്തരീകരണമൊക്കെ വളരെ കേമമായിട്ടുണ്ട്.